ദ ജേർണലിസ്റ്റിലേക്ക് പൂഞ്ഞാറിൽ പി സി ജോർജ് വീണ്ടും മത്സരിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. താൻ പൂഞ്ഞാറിൽ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന് പി സി ജോർജ് BJP നേതൃത്വത്തെ അറിയിച്ചുവെന്നും നേതൃത്വം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുമെന്നുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ശ്രദ്ധ നേടാൻ മഹാത്മാഗാന്ധിയെ തെറിവിളിച്ചുകൊണ്ട് പി സി ജോർജിൻ്റെ ചില അഭിമുഖ ശകലങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഗാന്ധിജി അത്ര പുണ്യവാളനൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ സൈബർ മേഖലയിലുള്ളവർ ആ ഇൻ്റർവ്യൂവിന് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏറെക്കാലമായി വീട്ടിൽ ചൊറിയും കുത്തി ചടഞ്ഞിരുന്ന പി സി ജോർജിന് വീണ്ടും പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാകാനുള്ള ഒരു വഴി തുറന്നു കിട്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറം കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് പൂഞ്ഞാറിലെ വോട്ടർമാരെ, എനിക്കൊരൊറ്റ ചോദ്യമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. പി സി ജോർജ് വീണ്ടും മത്സരിച്ചാൽ ജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പൂഞ്ഞാറിലെ ജനങ്ങൾ പി സി ജോർജിന് ഇനി വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. പി സി ജോർജ് ഉദ്ദേശിക്കുന്നത് BJP ടിക്കറ്റിൽ അവിടെ മത്സരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചത് കേരള ജനപക്ഷം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരിലായിരുന്നു. അന്ന് BJP സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരെ മത്സരിച്ചിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങൾ, അത്യന്തം വൃത്തിഹീനമായ രീതിയിലുള്ള വിദ്വേഷ വർഗീയ പ്രചാരണങ്ങളൊക്കെ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇത്തവണ BJPയുടെ ടിക്കറ്റിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ BJPയുടെ സംഘടനാ സംവിധാനങ്ങൾ, കാസയും കൂസയും അടക്കമുള്ള ടീമുകളൊക്കെ പി സി ജോർജിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ക്രൈസ്തവ വോട്ട് ബാങ്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കുമോ? അതുപോലെ തന്നെ പി സി ജോർജ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പോളറൈസേഷൻ, അതായത് വ്യാപകമായ രീതിയിൽ വീണ്ടും മുസ്ലിം വിരുദ്ധത ഛർദ്ദിക്കുകയും വർഗീയത വിളമ്പുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പോളറൈസേഷൻ തനിക്ക് ഗുണകരമാകുമോ എന്നുമൊക്കെയാണ് പി സി ജോർജിൻ്റെ ക്യാമ്പ് ഉറ്റുനോക്കുന്നത്. നോക്കുക, പി സി ജോർജ് വീണ്ടും മത്സരിക്കുമ്പോൾ അത് മതനിരപേക്ഷ കേരളത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്യന്തം ഹീനമായ വിധത്തിൽ മുസ്ലിം സമുദായത്തെ മുഴുവൻ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള വിദ്വേഷ പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് പി സി ജോർജ് നടത്തിയത്. ഏതൊക്കെയാണ്? ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് മുസ്ലിങ്ങൾക്ക് ദേശസ്നേഹമില്ല, അവർക്ക് കൂറ് പാകിസ്ഥാനോടാണ് എന്ന് പറഞ്ഞയാളാണ് പി സി ജോർജ്. അതിൻ്റെ പേരിൽ നടപടികൾ നേരിട്ടിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ മറ്റുള്ള മതക്കാരെ വന്ധ്യംകരിക്കാൻ വേണ്ടി ചായയിൽ ഒരു തുള്ളിമരുന്ന് ഇറ്റിച്ചു കൊടുക്കുമെന്നാണ്. MA യൂസഫ് അലി എന്ന കേരളത്തിൻ്റെ അഭിമാനമായ, അല്ലെങ്കിൽ ലോകമറിയുന്ന പ്രമുഖ വ്യവസായി മാളുകൾ തുടങ്ങുന്നത് മറ്റുള്ള മതക്കാരുടെ സമ്പത്തടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞയാളാണ് ഈ പി സി ജോർജ്. അതിനും പോരാൻ എന്തൊക്കെ തരത്തിലുള്ള വിദ്വേഷങ്ങൾ അദ്ദേഹം മുസ്ലിം സമുദായത്തിന് നേരെ നിരന്തരമായി തൊടുത്തുവിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് വലിയ വിവാദമാകുമ്പോൾ അദ്ദേഹം പറയും അത് ഞാൻ SDPIക്കെതിരെ പറഞ്ഞതാണ്, പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറഞ്ഞതാണ് എന്ന്. പി സി ജോർജ് ഈ ഘട്ടത്തിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്നത്. അതായത് പി സി ജോർജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനുശേഷം നടത്തിയിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശങ്ങൾ, വൃത്തിഹീനമായ പരാമർശങ്ങൾ, ഹീനമായ പരാമർശങ്ങൾ, ഒരു തെളിവും വെളിവുമില്ലാതെ അടിച്ചുവിട്ട നുണക്കഥകൾ, ഇതൊക്കെ തിരുത്താൻ തയ്യാറുണ്ടോ? ഇതാണ് പി സി ജോർജിനോട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ പല ഓൺലൈൻ മാധ്യമങ്ങളും, സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പല ഓൺലൈൻ മാധ്യമങ്ങളും പി സി ജോർജിനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. മറുനാടനൊക്കെ ഒരു പച്ച ഉദാഹരണമാണ്. ഇത്രയും നെറികെട്ട രീതിയിൽ പി സി ജോർജ് വിദ്വേഷം പറഞ്ഞിട്ടും പി സി ജോർജിനെ കോടതിയടക്കം നടപടികൾക്ക് വിധേയമാക്കിയപ്പോഴും ഒക്കെ ഈ പറയുന്ന PR സംഘം, പി സി ജോർജിൻ്റെ PR സംഘം പറഞ്ഞത് പി സി ജോർജിനെ മുസ്ലിങ്ങൾ വേട്ടയാടി, അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അദ്ദേഹം ബേസിക്കലി ഒരു പാവമാണ്, അദ്ദേഹം പറഞ്ഞത് വർഗീയതയൊന്നുമല്ല, അദ്ദേഹം ഹിന്ദു സമൂഹത്തിൻ്റെ രക്ഷകനാണ്, ക്രൈസ്തവരുടെ സംരക്ഷകനാണെന്നൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ PR വർക്ക് ഇത്തവണയും പി സി ജോർജിന് വേണ്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് പി സി ജോർജിൻ്റെ തുടർച്ചയായ അഭിമുഖങ്ങൾ എടുക്കുക. ആ അഭിമുഖങ്ങളിലുടനീളം പി സി ജോർജ് വിദ്വേഷവും വെറുപ്പും വളർത്തുന്ന വിധത്തിലുള്ള പല ഭാഷണങ്ങളും നടത്തുക. തുടർന്ന് ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും ഒക്കെ സംരക്ഷകനാണ് പി സി ജോർജ് എന്ന തരത്തിൽ ഒരു സ്ഥിരം സംഘപരിവാർ പാറ്റേണിലുള്ള ഒരു പ്രചാരണം നടത്തുക. ഇതൊക്കെ ആയിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. ഇനി അല്ല എങ്കിൽ പി സി ജോർജ് തൻ്റെ മണ്ഡലത്തിലെ മുസ്ലിം സമുദായത്തോട് മുഴുവൻ നിരുപാധികം മാപ്പ് പറയേണ്ടി വരും.
ഇത്രയും നാൾ പറഞ്ഞത് മുഴുവൻ തിരുത്തേണ്ടി വരും, ഇത്രയും നാൾ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങേണ്ടി വരും. അത്തരമൊരു നടപടിയിലേക്ക് പി സി ജോർജ് പോകുമോ എന്നുള്ളതാണ് സമൂഹം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പി സി ജോർജിനെ പോലെ ഒരു തികഞ്ഞ വർഗീയവാദി മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ, അന്ധമായ വർഗീയത ആളിക്കത്തിച്ചതിൻ്റെ പേരിൽ നിയമ നടപടികൾ നേരിട്ടിട്ടുള്ള ഒരാൾ വീണ്ടും മത്സരരംഗത്തേക്ക് വരുമ്പോൾ അത് ബി ജെ പിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അതായത് പി സി ജോർജ് കഴിഞ്ഞ തവണ പൂഞ്ഞാറിൽ പിടിച്ച വോട്ടുകൾ പോലും നേടാനുള്ള ഒരു സാധ്യതയുമില്ല. വേണമെങ്കിൽ പറയാം, കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പോൾ പി സി ജോർജ് മറ്റൊരു സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘപരിവാറിന് പോകേണ്ട വോട്ടുകൾ, അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ ആശയങ്ങളോട് കണക്ട് ചെയ്യപ്പെടുന്ന വോട്ടുകൾ സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പി സി ജോർജ് അവിടെ തകർന്നു പോയത് എന്നൊരു വാദം വേണമെങ്കിൽ ഉന്നയിക്കാം. പക്ഷെ ഞാൻ ഇത്തവണ ഉറപ്പിച്ചു പറയുന്നു, സംഘടിതമായി പി സി ജോർജിനെതിരെ മണ്ഡലത്തിൽ വ്യാപകമായി വോട്ടർമാർ വോട്ട് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അത് ഒരു പരിധിവരെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കും. ഇപ്പോൾ അവിടെ LDF മണ്ഡലമാണ്, സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് അവിടുത്തെ MLA. അതുകൊണ്ട് തന്നെ അതൊരു ഉറച്ച കോട്ടയായി നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് LDF ക്യാമ്പിനുള്ളത്. പക്ഷേ ഇത്തവണ കേരളത്തിൻ്റെ സ്വഭാവം ശ്രദ്ധിക്കുക. കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ഇടയിൽ UDFിനോട് ഒരു വലിയ അനുഭാവം ഉണ്ടാകുന്നുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി UDFിന് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ക്രൈസ്തവ മേഖലയിൽ UDF ശക്തമായി തങ്ങളുടെ വോട്ട് നില ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പൂഞ്ഞാർ വളരെ നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടുത്തെ ന്യൂനപക്ഷ വിശ്വാസികൾ UDFിന് അനുകൂലമായ ഒരു തരംഗമാണ് കാണിക്കുന്നതെങ്കിൽ, അതായത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു UDF അനുകൂല തരംഗം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ UDFിനൊപ്പം നിൽക്കുന്ന, കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ പൂഞ്ഞാറിൽ പി സി ജോർജിന് അതിദയനീയമായ തകർച്ചയായിരിക്കും ഉണ്ടാകുക. അതായത് ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവർ ഉൾപ്പെടെ. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും പി സി ജോർജിന് ക്രൈസ്തവർ വലിയ തോതിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളരെ ചെറിയൊരു ശതമാനം, അതും 10ൽ താഴെ എന്ന് പറയാവുന്ന വളരെ നേരിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഈ കാസ പോലുള്ള തീവ്ര നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നത്. മറ്റുള്ള ക്രൈസ്തവരെല്ലാം തന്നെ മതനിരപേക്ഷ വിശ്വാസം മുറുക്കെ പിടിക്കുകയും വർഗീയതയെ പടിക്ക് പുറത്ത് നിർത്തുകയും ചെയ്യുന്നവരാണ്. അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം പൂഞ്ഞാറിൽ പി സി ജോർജിന് ഉണ്ടാകുമായിരുന്നു. ഇത്ര ദയനീയമായി പി സി ജോർജ് തകർന്നടിയില്ലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ മേഖലകളിലെമ്പാടും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി പി സി ജോർജിനെ തകർക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി സി ജോർജ് മുസ്ലിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതൊക്കെ വിഴുങ്ങി BJPയുടെ സംഘപരിവാറിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് പഴയ മുസ്ലിം സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം വീടുകളിലൊക്കെ കയറി അവിടെ നിന്ന് ഈ തുള്ളിമരുന്നീറ്റിച്ചു എന്ന് പണ്ട് പറഞ്ഞ പാനീയമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ വലിയ തോതിൽ അവരെ സമരസപ്പെടുത്താൻ നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ പി സി ജോർജ് ശ്രമിച്ചാലും പലപ്പോഴും ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ നിലപാടുകൾ തുടർച്ചയായി മാറ്റിക്കൊണ്ടിരിക്കുന്ന പി സി ജോർജ് അത്തരം ചില നടപടികൾ നടത്തിയാലും, അനുനയ നീക്കങ്ങൾ നടത്തിയാലും ജനങ്ങളത് വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കാനുള്ള തീരുമാനം എടുത്തത് തന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോഴാണ് നമുക്ക് അന്തിമമായി അതിൻ്റെ ഫലം അറിയാൻ പറ്റൂ, ആരാണ് വിജയിക്കുക എന്നൊക്കെ പറയാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, പി സി ജോർജിനെ തേടിയെത്തുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള അവസാനമാണ്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം നേരിടും. അത് ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി പി സി ജോർജിനെ തുരത്തും. വർഗീയത പറഞ്ഞതിന് കൃത്യമായ മറുപടി ഈ പൂഞ്ഞാറിൻ്റെ മണ്ണിൽ പി സി ജോർജിന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദയനീയമായ പരാജയം തന്നെയായിരിക്കും പി സിയെ തേടിയെത്തുക.